ശേഷിയുള്ള സുശക്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമിതിയാണ്. ഈ വിദ്യാഭ്യാസ സമിതി ഇടയ്ക്കിടെ മദ്രസ ചെക്ക് ചെയ്യുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇതിലെ അധ്യാപകരെയും മറ്റും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. തന്നെയുമല്ല, വളരെ പരിചയസമ്പന്നരായിട്ടുള്ള 15ഓളം അധ്യാപകരുടെ സേവനം നമുക്കുണ്ട്. പരിചയസമ്പന്നത എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മദ്രസയിൽ 10 വർഷത്തെ പരിചയമേ ഉള്ളൂ. എന്നാൽ 1987 നമ്മുടെ മദ്രസയുടെ സ്ഥാപിതമാകുമ്പോഴുള്ള അധ്യാപകർ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇനിയും ദീർഘകാലം ഈ മദ്രസ പ്രസ്ഥാനത്ത് നയിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാം, അബൂദാബിയുടെ നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബസ് സർവീസുകളുണ്ട് നമുക്ക്. അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ക്ലാസ് റൂം സൗകര്യങ്ങളുണ്ട്. ഇതിനെല്ലാം പുറമെ കേരളത്തിലെ ആധികാരിക മതസംഘടനയായ സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ് അനുസരിച്ചുള്ള പാഠ്യപദ്ധതി അനുസരിച്ചാണ് നമ്മുടെ മദ്രസയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഈ മദ്രസയുടെ വിജയത്തിന് നിദാനമായിട്ടുള്ള അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിനോടും അതിൻ്റെ റിലീജിയസ് വിങ് ആയിട്ടുള്ള സുന്നി സെന്ററിനോടും സർവോപരി വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള വിദ്യാർത്ഥിനികളോടും അവരെ പ്രോത്സാഹിപ്പിച്ച് മദ്രസയിലേക്ക് അയക്കുന്ന രക്ഷിതാക്കളോടും സർവോപരി അധ്യാപകരോടുമുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ കടപ്പാടും നന്ദിയും കൃതജ്ഞതയും ഞാൻ ഈ സമയം നിങ്ങളെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു പ്രധാനമായിട്ടുള്ള കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത്ര വിപുലമായിട്ടുള്ള ഇത്രയേറെ സൗകര്യമുള്ള ഈ മദ്രസ സംവിധാനം അബൂദാബിയിൽ നമുക്കുണ്ടായിട്ട് പോലും നമ്മുടെ കുടുംബങ്ങളിൽ, ഇവിടെയുള്ള പ്രവാസി കുടുംബങ്ങളിൽ വളരെയേറെ ആളുകൾ ഇന്നും മദ്രസയുമായി ബന്ധപ്പെടാത്തവരാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന് അമിതമായ പ്രാധാന്യം നൽകുകയും മതവിദ്യാഭ്യാസത്തെ പാടെ അവഗണിക്കുകയും ചെയ്തുകൊണ്ട് സ്കൂളിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അവർക്ക് ദീനിൻ്റെ കാര്യമല്ല, ഭൗതികമായിട്ടുള്ള കാര്യമാണ് അവർക്ക് ഏറ്റവും വലുത്. അത് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ മക്കളെ നമ്മൾ യഥാർത്ഥമായ രീതിയിലുള്ള ഇസ്ലാമിക ശിക്ഷണം അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ നാളെ രക്ഷിതാക്കളെ ധിക്കരിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കാത്ത, ഗുരുനാഥന്മാരെ അനാദരിക്കുന്ന സമൂഹത്തിനും കുടുംബത്തിനും ഭാരവും ബാധ്യതയുമായി തീരുന്ന ഒരു സമൂഹമായിരിക്കും ഇവിടെ വളർന്നു വരിക. ഇന്ന് ലോകത്തിൻ്റെ സാഹചര്യം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ തെറ്റിലേക്ക് നയിക്കാനുള്ള സാഹചര്യം ഒട്ടനവധിയാണ്. ഈ പ്രതികൂല സാഹചര്യത്തിൽ അവരെ യഥാർത്ഥ മനുഷ്യരായിട്ട്, അവരെ ദീനീബോധമുള്ള മക്കളായിട്ട് വളർത്തണമെങ്കിൽ തീർച്ചയായിട്ടും മദ്രസ സംവിധാനത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ സന്ദേശം എത്താത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും അവരെ അറിയിക്കുകയും മദ്രസയുമായി ബന്ധപ്പെടുത്തുകയും വേണമെന്ന് ഞാൻ ഇത്തരുണത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ്. നമ്മുടെ ഈ സുഖജീവിതങ്ങളും നമ്മുടെ പണവും പത്രാസുമെല്ലാം ഒരു കാലത്ത് അവസാനിച്ചു പോകുന്നതാണ്. യുവത്വം വാർദ്ധക്യത്തിന് വഴിമാറിക്കൊടുക്കുമ്പോൾ, ആരോഗ്യം ക്ഷയിച്ച് നമ്മൾ രോഗാതുരരാകുമ്പോൾ നമ്മെ രക്ഷിക്കാൻ നമുക്ക് താങ്ങും തണലുമാവേണ്ട നമ്മുടെ സന്താനങ്ങൾ ആ രീതിയിൽ നമ്മെ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇസ്ലാമികമായിട്ടുള്ള ശിക്ഷണം നൽകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം മരിച്ചു പോകുമ്പോൾ നമുക്ക് കൂട്ടായുണ്ടാകുന്നത് ഹദീസിൽ പറഞ്ഞതുപോലെ ഔ വലദുൻ സാലിഹുൻ യദഉ ലഹു. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ കൂടെ പോകുന്ന 3 കാര്യങ്ങൾ മാത്രമേയുള്ളൂ. ഒന്ന് അയാളുടെ ജാരിയായിട്ടുള്ള സദഖ, രണ്ടാമത് പ്രയോജനപ്രദമായ വിദ്യാഭ്യാസം, മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കുന്ന വലദുൻ സാലിഹുൻ യദഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായിട്ടുള്ള സന്താനം.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്താനങ്ങളെ സാലിഹീങ്ങളായ സന്താനങ്ങളാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മദ്രസയുടെ പേരിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ ചുരുക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി സീനിയർ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ദഫ്മുട്ടാണ്. അതിനുവേണ്ടി ആ വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉരുകുന്ന കരളിന് കുളിരേകിലാകെ തളരുന്ന മനസ്സിന് തണലേക് റബ്ബേ. കഥനങ്ങൾ പേമാരി തീർക്കും നെഞ്ച് വേദനയല്ലാതാര് കേൾക്കും. കഥനങ്ങൾ പേമാരി തീർക്കും നെഞ്ച് വേദനയല്ലാതാര് കേൾക്കും. ഉരുകുന്ന കരളിന് കുളിരേകിലാകെ തളരുന്ന മനസ്സിന് തണലേക് റബ്ബേ. ദുനിയാവ് ദുരിത കടൽ തിരയാണ് റബ്ബേ. കണ്ണീർ മഴ ദുഃഖത്തിൻ ഇടിനാദമിവിടെ. എന്നും സുജൂദിൽ ഞാൻ തേടും തേട്ടങ്ങൾ കണ്ണുനീരും നീ കാണുകില്ലേ. എല്ലാം അറിയും നാഥാ എന്നോട് മാപ്പാക്കല്ല. ഇനിയില്ല പാപിയ ഞാൻ ഇബ്ലീസിൻ കൂട്ടാളിയായി. അർശിന്റെ തണലിൽ നിന്നെ അകറ്റല്ലേ. ഉരുകുന്ന കരളിന് കുളിരേകിലാകെ തളരുന്ന മനസ്സിന് തണലേക് റബ്ബേ. കഥനങ്ങൾ പേമാരി തീർക്കും നെഞ്ച് വേദനയല്ലാതാര് കേൾക്കും. കഥനങ്ങൾ പേമാരി തീർക്കും നെഞ്ച് വേദനയല്ലാതാര് കേൾക്കും. ഉരുകുന്ന കരളിന് കുളിരേകിലാകെ തളരുന്ന മനസ്സിന് തണലേക് റബ്ബേ. സ്വലാത്തീന
الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, മറ്റ് ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അനുഗ്രഹീതമായ സദസ്സിൽ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെ സംബന്ധിച്ച് 2 വാക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ 2ാമത്തെ ഉറവിടം തന്നെ നബിചര്യയാണല്ലോ. അല്ലാഹു തആല പറയുന്നു, ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും ജീവിത രീതിയും നാം പഠിച്ചു ചര്യമാക്കൽ നമുക്ക് കടമപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം ഇസ്ലാമിക പ്രബോധനം നടത്തുകയുണ്ടായി. 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലും. മക്കയിൽ ശക്തമായ എതിർപ്പുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. എന്നാൽ എല്ലാ പ്രയാസങ്ങളും നബി തങ്ങൾ അതിജീവിച്ചു. ജീവൻ അപകടത്തിലായ ഘട്ടത്തിലും അസത്യത്തിനു മുമ്പിൽ തലകുനിക്കാതെ പ്രബോധനം തുടർന്നു. മദീനയിൽ എത്തിയതിനു ശേഷം ഈ ദുരിതങ്ങളെല്ലാം അവസാനിച്ചു. നബി തങ്ങൾ അറേബ്യയുടെ മുഴുവൻ ഭരണാധികാരിയായി തീർന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഒരു രാജകീയ ആർഭാടത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിക്കാമായിരുന്നു. എന്നാൽ ഒരു സാധാരണക്കാരനായി തികച്ചും ലളിതമായ ജീവിതമായിരുന്നു നബി തങ്ങൾ നയിച്ചത്. കൊട്ടാരം പണിതില്ല, പരിവാരങ്ങളെ കൊണ്ട് നടന്നില്ല, കിടന്നുറങ്ങിയത് പോലും നിലത്ത്, പലപ്പോഴും പായയിൽ. യമനിലെ ക്രൈസ്തവ നേതാവായിരുന്ന അദീയ് ഒരു ദിവസം നബിയെ കാണാൻ മദീനയിൽ വന്നു. റോമ പേർഷ്യ രാജാക്കന്മാരെ പോലെ തന്നെയാവും അറേബ്യയുടെ ചക്രവർത്തിയും എന്നുമാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ നബിയുടെ ജീവിത ലാളിത്യം കണ്ട് അത്ഭുതപ്പെട്ട അദീയ് ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ രീതി എങ്ങനെയായിരുന്നു എന്നൊരു സഹാബത്തിന്റെ ചോദ്യത്തിന് ആയിഷ ബീവി പറഞ്ഞത്, കാന ഖുലുഖുൽ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ കർമ്മരൂപമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി. സ്വന്തം ചെയ്യാത്തൊരു കാര്യം മറ്റുള്ളവരോട് കൽപ്പിച്ചിരുന്നില്ല. ആദ്യം സ്വന്തം ജീവിതത്തിൽ പകർത്തുക, അതിനുശേഷം മറ്റുള്ളവരോട് കൽപ്പിക്കുക. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഇത്രയും പറഞ്ഞ് എന്റെ ശേഷം വരുന്നവർക്ക് വഴിമാറി കൊടുത്തുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി മുസഫ സമസ്ത കേരള സുന്നി ബാലവേദി അവതരിപ്പിക്കുന്ന ദഫ് ആണ്. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവേ നിന്റെ ഇസ്മാൻ ഞങ്ങൾ തുടങ്ങട്ടെ ഹംദാ. നിസ്കാര നാളിൻ്റെ നാദാ ഇദസ്ത
റബീന്റെ രാവിന്ന് റഹ്മത്തിൻ നാളിന്ന് മക്കയിലായി പൊൻകമർ വന്നൊരു ദിനമിന്ന് എങ്ങും മർത്യരിലായി കാരുണ്യം നിറയും ഇന്ന് റബീന്റെ രാവിന്ന് റഹ്മത്തിൻ നാളിന്ന് മർത്യയിലായി പൊൻകമർ വന്നൊരു ദിനമിന്ന് എങ്ങും മർത്യരിലായി കാരുണ്യം നിറയും ഇന്ന് പൂങ്കാറ്റും പാടുന്നു പൂങ്കുയിലും പാടുന്നു പൂവിതളിൻ പൊന്നാരം തേടി വരുന്നു എങ്ങും മർഹബ ഗീതങ്ങൾ രാഗം തീർക്കുന്നു റബീന്റെ രാവിന്ന് റഹ്മത്തിൻ നാളിന്ന് മക്കയിലായി പൊൻകമർ വന്നൊരു ദിനമിന്ന് എങ്ങും മർത്യരിലായി കാരുണ്യം നിറയും ഇന്ന് മക്കയിലെ മണിദീപമതായി മർത്യർക്കനുഗ്രഹതാരവുമായി മാനസം നീരും ചെമ്പകമായി മാലിക്കിനാരംഭ അമ്പിയരായി മക്കയിലെ മണിദീപമതായി മർത്യർക്കനുഗ്രഹതാരവുമായി മാനസം നീരും ചെമ്പകമായി മാലിക്കിന്റെ ആരംഭ അമ്പിയരായി ആമീനക്കാരംഭമോനല്ലേ ആരും കൊതിക്കും നിലാവല്ലേ ആരിലും സ്നേഹത്തിൻ കാവല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലല്ലേ ആമീനക്കാരംഭമോനല്ലേ ആരും കൊതിക്കും നിലാവല്ലേ ആരിലും സ്നേഹത്തിൻ കാവല്ലേ അഷ്റഫുൽ ഖൽഖ് റസൂലല്ലേ അനന്തത്തിൻ തിങ്കൾ വന്നേ പരനനുഗ്രഹമാകുന്നേ ആമിന ബീവി കോമന പൂവിൻ ചമലർ പൂമുഖം ലംഘുന്നേ തിങ്കൾ വന്നേ പരനനുഗ്രഹമാകുന്നേ ആമിന ബീവി കോമന പൂവിൻ ചമലർ പൂമുഖം ലംഘുന്നേ ആദിയിൽ അല്ലാഹ് പടച്ചുള്ള നൂറല്ലേ ആലങ്ങൾക്കാകെയും കാരുണ്യ പൂവല്ലേ ആദിയിൽ അല്ലാഹ് പടച്ചുള്ള നൂറല്ലേ ആലങ്ങൾക്കാകെയും കാരുണ്യ പൂവല്ലേ കൽബിലാലങ്കാര പൂക്കൾ വീരിയുന്നു കൽബകം രോമാഞ്ചം കൊള്ളുന്നു കൽബിലാലങ്കാര പൂക്കൾ വീരിയുന്നു കൽബകം രോമാഞ്ചം കൊള്ളുന്നു ആനന്ദത്തിൻ തിങ്കൾ വന്നേ പരിണനുഗ്രഹമാകുന്നേ ആമിന ബീവി കോമന പൂവിൻ ചമലർ പൂമുഖം ലംഘുന്നേ അബൂജഹലിൻ പട വന്നാലും ബദറക്കളമിൽ നിലനിന്നാലും കൂടകൾ നെടലുകളും ഉണ്ടാനെ പിന്നെ കോപ്പുകൾ പലവണ കൊണ്ടാനെ അബൂജഹലിൻ പട വന്നാലും ബദറക്കളമിൽ നിലനിന്നാനെ കൂടകൾ നെടലുകളും ഉണ്ടാനെ പിന്നെ കോപ്പുകൾ പലവണ കണ്ടാനെ കുന്തവും അമ്പുകൾ വാണാലേ അന്ന് കുബിരുകൾ വന്നതിവാരാണേ കുന്തവും അമ്പുകൾ വാണാലേ അന്ന് കുബിരുകൾ വന്നതിവാരാണേ കുതിച്ചെത്തി തുടിമുട്ടും പാട്ടാലേ അമ്മ കുടിച്ചവർ മതിച്ചതി ചോറാണേ കുതിച്ചെത്തി തുടിമുട്ടും പാട്ടാലേ അമ്മ കുടിച്ചവർ മതിച്ചതി ചോറാണേ അബൂജഹലിൻ പട വന്നാലും ബദറക്കളമിൽ നിരനിന്നാനേ കോടകൾ നെടലുകളും ഉണ്ടാനെ പിന്നെ കോപ്പുകൾ പലവണ കണ്ടാനേ അബൂജഹൽ പട വന്നാലും ബദറക്കളമിൽ നിരനിന്നാനേ
കൂടകൾ നെടിൽകളും ഉണ്ടാനേ പിന്നെ കോപ്പുകൾ പലവണ കണ്ടാനേ ഉരുവിട്ട് ഇവിടെ നിർത്തുന്നു യാ അല്ലാഹ് മണിമുത്ത് റസൂലോരിൽ സലത്തോതി പിരിയുന്നു യാ അല്ലാഹ് അഹദായ റഹ്മാനിൽ ഹംദുകൾ ഉരുവിട്ട് ഇവിടമിൽ നിർത്തുന്നു യാ അല്ലാഹ് സുവനത്തിൽ പുതുമാരൻ മണിമുത്ത് റസൂലോരിൽ സലത്തോതി പിരിയുന്നു യാ അല്ലാഹ് അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും. അടുത്തത് പ്രവാചക സ്നേഹവും ഹൃദയഹാരിയായ കനക വൈശിഷ്ട്യവും നിറഞ്ഞു തുളുമ്പുന്ന തികച്ചും വ്യത്യസ്തമായ ശൈലിയിൽ തനിമ നിലനിർത്തി ദിവ്യാനുരാഗത്തിന്റെ പെരുമഴ പെയ്തിറങ്ങുന്ന അനുഗ്രഹീതമായ ബുറുദ. അതിനുവേണ്ടി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. يا أيها الذين آمنوا
اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم آمين تذكر جيران بذي سلامي ما زجت دمعا جرى من مقلة بدمي أم هبت الريح من تلقاء كاظمتي وأومض البرق في الماء من إلهامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فما لعينيك إن قلت كفوفا هامتا وما لقلبك إن قلت تستفق يا هيمي أيحسب الصب أن الحب منكتم ما بين منسجم منه ومغترم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لولا الهوى لم تلق دمعا على طلالي وعلى أرقت لذكر الباري والعالمين فكيف تنكر حبا بعدما شهدت به عليك عدول دمع وسقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا أبدا على حبيبك خير الخلق
للخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم محوتني النصح لكن لست أسمعه إن المحب عن العزال في صممي إني اتهمت نصيح الشيب في عذري والشيب أبعد في نصح عن التهم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم فإن أمارتي بالسوء ما ابتغت من جهلها بنذير الشيب والهرم ولا أعدت من الفعل الجميل القراء ويف ألم برأسي غير محتشم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم اللهم صل وسلم وبارك عليه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم അസ്സലാമു അലൈക്കും. അമ്പരമുറ്റത്തമ്പിളി വന്നതെൻ്റമ്പിയ രാജനെ കാണാനോ, എൻ്റെ അമ്പിയ രാജനെ കാണാനോ. ചെമ്പകമേ നീ ഇതളു വിരിച്ചതൻ മുത്തിനെ മുത്തി മണക്കാനോ, പൂമുത്തിനെ മുത്തി മണക്കാനോ. പൂങ്കുയിലെ നീ പാട്ടു പാടിയതെൻ്റെ ഹബീബിനുറക്കാനോ, നീ എൻ്റെ ഹബീബിനുറക്കാനോ. പൂമയിലെ നീ പീലി വിടർത്തിയതാ പുഞ്ചിരി കാണാനോ, ആ പാൽ പുഞ്ചിരി കാണാനോ. പൂങ്കുയിലെ നീ പാട്ടു പാടിയതെൻ്റെ ഹബീബിനുറക്കാനോ, നീ എൻ്റെ ഹബീബിനുറക്കാനോ. പൂമയിലെ നീ പീലി വിടർത്തിയതാ പുഞ്ചിരി കാണാനോ, ആ പാൽ പുഞ്ചിരി കാണാനോ. അമ്പരമുറ്റത്തമ്പിളി വന്നതെൻ്റമ്പിയ രാജനെ കാണാനോ, എൻ്റമ്പിയ രാജനെ കാണാനോ. ചെമ്പകമേ നീ ഇതളു വിരിച്ചതൻ മുത്തിനെ മുത്തി മണക്കാനോ, പൂമുത്തിനെ മുത്തി മണക്കാനോ. താരകങ്ങൾ വന്നിട്ടൊന്നിച്ചുദിച്ചതൻ എൻ്റെ ഹബീബിൽ ചാർത്താനോ, ഒരു സാഗരഹാരം ചാർത്താനോ. സാഗരമിൽ ഇരതുള്ളി കളിക്കുന്നതാനന്ദം അറിയിക്കാനോ, ആ ജന്മദിനം കൊണ്ടാടാനോ. അമ്പരമുറ്റത്തമ്പിളി വന്നതെൻ്റമ്പിയ